ഹേ ഗൈസ് വെൽക്കം ബാക്ക് റോങ് ഹിയർ. സോ അപ്പോൾ ഇന്നലെ ഫുള്ള് ഗ്രൈൻഡിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമ്മുടെ ഫോർസറെ കാർ ഡ്രൈവിങ്ങിലൊക്കെ ആയിരുന്നു. സോ ഇന്നലെ ബെഡ്റൂമിലോട്ടൊന്നും പോയില്ല, ഇവിടെ തന്നെ ഒരു 3 മണി 4 മണി വരെ കളിച്ചിട്ട് ആ സെറ്റിൽ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2 മച്ചാന്മാർ താഴെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അവർ താഴെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഒരു ബി എമ്മും പിന്നെ ഒരു ബെൻസിലാണ് വന്നിക്കണ്. നമ്മുടെ മച്ചാന്മാരാണ്. നമുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. മാട്രിക്സ് ഉണ്ട് അതിൽ. മാട്രിക്സിൻ്റെ കാറാണ് കിടക്കുന്നത്. മറ്റേത് ഞാൻ താഴെ ചെന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാം, ഒന്ന് ഫ്രഷപ്പായിട്ട് പോവാം. ഓക്കെ, നമുക്ക് കിച്ചണിൽ പോയിട്ട് ആദ്യം എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുത്ത് കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ വിശക്കും. സോ ഒരു ഡ്രിങ്ക് എടുത്തു, ഒരു സ്നാക്ക് എടുത്തു, അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മച്ചന്മാരുടെ അടുത്ത് പോകും. എന്തായാലും ലേറ്റ് ആക്കാൻ നിൽക്കണ്ട, അവർ കുറേ വന്ന് വെയിറ്റ് ചെയ്യണു. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ കുറച്ച് ടൈമായി. സോ ഓക്കെ, നമുക്ക് എന്തായാലും മറുതി കിടക്കാം. ഓക്കെ, നമ്മളിത് ഇറങ്ങി. ഓക്കെ, നമ്മുടെ മാട്രിക്സ് മച്ചാൻ വന്നിട്ടുണ്ട്. മാട്രിക്സ് മച്ചാൻ വീടിന് മുമ്പിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഹായ് എണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ലവൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മാട്രിക്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. നമ്മുടെ അപ്പുറത്തുള്ളത് സുഖമാണോ എണ്ണ? സുഖം തന്നെടാ. നമ്മുടെ കർണനുണ്ട്, എൻ്റെ വീട് കാണാൻ പോവാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. എന്താ വെച്ചെങ്കിൽ അവൻ്റെ ഒരു പുതിയൊരു ഹൗസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. വില്ല എന്നാണ് പറഞ്ഞത്, ഗ്യാങ് വില്ല. അപ്പോൾ നോക്കി നോക്കാം. നമ്മുടെ കർണൻ മച്ചാനുണ്ട്. കർണൻ ആരാ വെച്ചെങ്കിൽ ഞാൻ നമ്മളൊരു പബ്ലിക് റൂമിൽ വെച്ച് മീറ്റ് ചെയ്ത മച്ചാനാണ്. സോ അങ്ങനെയാണ് ഞങ്ങൾ കമ്പനിയാണത്. മാട്രിക്സിന് അങ്ങനെ തന്നെയാണ്. സോ ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമുക്ക് എന്തായാലും അവരുടെ വില്ലയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പോയി നോക്കി നോക്കാം. നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ പോണത്. സോ വർക്കും കാര്യങ്ങളൊക്കെ അവരെ കഴിഞ്ഞു അത്രേ, ഇനോഗ്രേഷൻ കഴിഞ്ഞു അത്ര. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിന് എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ 3 വണ്ടികളും നിരന്ന് കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയി നോക്കാം. അധിക ദൂരമൊന്നുമില്ല, കുറച്ചും കൂടി അങ്ങോട്ട് ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് മാട്രിക്സ് വെച്ചും പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇനി വഴിയെ പോകുമ്പോൾ നോക്കി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട് വിസിറ്റ് ചെയ്യണവരൊക്കെ ഇൻസ്റ്റയിൽ DM അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് ഓരോ റൂമും ഇതൊക്കെ സെറ്റാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റായി കാണണമെങ്കിൽ അത് കാണാം. ഓക്കെ, നമ്മുടെ ഈ നമ്മുടെ ഇവിടുത്തെ ആ സെക്കൻഡ് വളവില്ലേ, അവിടെയാണ് മാട്രിക്സ് വെച്ചതിൻ്റെ ഗ്യാങ് വില്ല വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ തെരുവിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. IMXൻ്റെ ഗ്യാങ് വില്ലയിൽ എത്തിയിട്ടുണ്ട്, അതായത് ഗ്യാങ് ഹൗസിൽ. നമ്മൾ 2 മച്ചാന്മാർ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ചെക്കനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ IMX ഗ്യാങ്ങിൻ്റെ നമ്മുടെ വിശേഷങ്ങളും അവരോരോ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം, എങ്ങനെയുണ്ട് പണിത് വെച്ചേക്കുന്നതൊക്കെ. സോ ഐ ആം സോ എക്സൈറ്റഡ്. ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഫസ്റ്റ് വരുമ്പോൾ ഞാനങ്ങനെ വില്ലകൾക്കൊന്നും അധികം പോയിട്ടില്ല. സോ നമുക്ക് നോക്കി നോക്കാം വിശേഷങ്ങളൊക്കെ അവരുടെ. സോ ഇത് നമ്മുടെ മീറ്റിംഗ് റൂമാണെന്നാണ് മാട്രിക്സ് പറയുന്നത്. ഇതാണ് IMXൻ്റെ മീറ്റിംഗ് റൂം. സോ അത്യാവശ്യം നല്ലപോലെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലാബ്സ് കാര്യങ്ങൾ, ലാപ്ടോപ്പ്, ഇരിക്കാൻ ചെയേഴ്സ്, പിന്നെ ഒരു ബോർഡ് എല്ലാം നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോകാം. അതിനോട് ചേർന്നിട്ട് തന്നെ IMX സോമൻ്റെ റൂമുണ്ട്. ഓക്കെ, സോമൻ്റെ റൂമിലോട്ട് നമുക്ക് കയറി നോക്കാം. ഓ നൈസായിട്ടുണ്ടല്ലേ, ഒരു നൈസ്. ഇവിടെ തന്നെ കാർ ഡ്രൈവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു PC ബിൽഡും സെൻറ്ററിൽ ഒരു ബെഡുമായിട്ടാണ് IMX സോമൻ്റെ റൂം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കർണൻ മച്ചാൻ്റെ സോമൻ്റെ ബെഡിലൊരു കുത്തിക്കഴപ്പ്. മച്ചാൻ അവിടെ ഇതാക്കുന്നൊക്കെ ഉണ്ട്. മാട്രിക്സ് ഫുള്ള് ചിരിയിരിക്കുന്നുണ്ട്, ഇരുന്നിട്ട് ഫുള്ള് പുഷപ്പ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇനിയും കുറച്ച് കാണാനുണ്ട്, അത്യാവശ്യം കാണാനുണ്ടെന്നാണ് മാട്രിക്സ് മച്ചാൻ പറഞ്ഞത്. സോ കുറേ നേരം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങി തിരിയാൻ, കുറേ കഷ്ടപ്പെടേണ്ടി വരും. അത്യാവശ്യം റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തീർക്കണം, അല്ലെങ്കിൽ വീഡിയോ സോ ലോങ് ആയി പോവും.
ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിൽ കാർസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ചെറിയൊരു ടി വി ഏരിയ, അതായത് എല്ലാവരും കൂടി ഇരുന്ന് ടി വി കാണുന്ന ഒരു ഏരിയ പോലെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് നോക്കി നോക്കാം. കോ-ലീഡർ റൂം. ഓക്കെ, സോമൻ കോ-ലീഡറാണെന്ന് തോന്നുന്നു. കോ-ലീഡറിൻ്റെ റൂമാണത്. ഇതിൽ സ്റ്റെപ്പ് ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഇതിൽ. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. സ്റ്റെപ്പിൽ നമുക്ക് കയറിയിട്ട് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. സോ നമുക്ക് ലെഫ്റ്റിലോട്ട് കയറാം. അവിടുത്തെ മുകളിൽ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് ഉൾപ്പെടുത്തല്ല, നോക്കി നോക്കാം. സോ ഇതാണ് നമ്മുടെ മാട്രിക്സിൻ്റെ റൂം. അതുപോലെ തന്നെ മാട്രിക്സ് മച്ചാൻ്റെ റൂമിലുണ്ട് പി സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ് റൂം അല്ലേ? ബിൽഡിങ്സിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈ റൂം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൈസായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ കുറച്ചും കൂടിയും കാണാനുണ്ട്, കാരണം നല്ല ലോങ് ആയി പോകും വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും കൂടി ഇറങ്ങാം. എന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കി നോക്കാം. ലീഡേഴ്സ് റൂം ഉണ്ട്. ഓക്കെ, നമുക്ക് ലീഡേഴ്സ് റൂം ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഇത് ലീഡേഴ്സ് റൂമാണ്. അതുപോലെ തന്നെ അവരെ ഗെയിമിംഗ് റൂം. ഓ നൈസ് അല്ലേ? നൈസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ലീഡേഴ്സ് റൂമിൽ. അതുപോലെ തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാബ്സ് എല്ലാ റൂമിലും. അതുപോലെ ഡ്രൈവിംഗ് സ്റ്റിയറിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. സോ അത് നൈസാണ്. ഞാൻ അധികം അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടൊന്നുമില്ല ആ സംഭവം. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സാധനം തന്നെയാണത്. അത് സ്വന്തമായിട്ട് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ബാക്കി ബിൽഡ് ചെയ്യുന്ന പോലെയല്ല സ്റ്റിയറിങ്ങിൻ്റെ പണി എന്ന് പറയുമ്പോൾ, കുറച്ച് പണിയെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നൈസ് ചെറിയൊരു ഔട്ടിങ് ചില്ലിങ്ങിനൊക്കെ പറയുന്ന പോലെ ഇരിക്കാനൊരു സ്ഥലം. ഓക്കെ, നമുക്ക് എന്തായാലും ബാൽക്കണിയിലോട്ട് കയറാം. എന്നിട്ട് മുകളിലത്തെ ഇതും കൂടി നോക്കി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഗാർഡൻ പോലെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. ഓ നൈസ് അല്ലേ? ലെഫ്റ്റ് സൈഡിലൊരു ഹെലികോം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഹെലിക്യാമിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഹെലികോപ്റ്റർ ഇല്ലെങ്കിലും ഹെലിക്യാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഹെലികോപ്റ്റർ വരികയായിരിക്കും CPM-ൽ. നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ അവിടെ റൈറ്റ് സൈഡിലൊരു ടീ ഷോപ്പ് കാണുന്നുണ്ട്. അതുപോലെ ഒരു പൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ റോങ്. സ്റ്റേ ട്യൂൺഡ് ഇൻ അനദർ വീഡിയോ. സീ യു അഗൈൻ ഗൈസ്. ബൈ ബൈ.